നമ്മളിപ്പോൾ ഉള്ളത് എന്നൂർ ഗ്രാമം വയനാട്ടിലാണ്. അതിൻ്റെ കാഴ്ചകളിലേക്കാണ്, വീട്ടിലേക്ക് പോകാം. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. നമുക്കിനി പോകാനുള്ളത് നേരെ കുത്തനെ ഒരു കയറ്റാണ്, 2-2.5 കിലോമീറ്ററോളം കയറ്റാണ്. അവിടെ ഇവിടുത്തെ ജീപ്പ് സർവീസ് ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. അപ്പോൾ നമുക്കുള്ള എൻട്രി ഫീയും ജീപ്പിനുള്ള ഫീയും ഒക്കെ കൊടുക്കുന്നത് ഇതേ ടിക്കറ്റ് കൗണ്ടറിൽ വെച്ചാണ്. അപ്പോൾ ഒരാൾക്ക് 40 രൂപയാണ് ജീപ്പ് സവാരിക്കുള്ളത്. അപ്പോൾ മാക്സിമം 8 പേരാണ് ഒരേ സമയം ജീപ്പിൽ കയറ്റുക. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 1.5 മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു ജീപ്പിന് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ നമ്മളൊരു 6 പേരുള്ളത് കൊണ്ട് അപ്പോൾ ഒരു ജീപ്പ് അങ്ങനെ തന്നെ ബുക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അതിന് 300 രൂപയാണ് അതിൻ്റെ സർവീസ് ഈടാക്കിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ഒരു ഫാമിലി മാത്രം നമുക്ക് ജീപ്പിൽ മേലോട്ടേക്ക് പോവാം. അപ്പോൾ ഇവിടുന്ന് നമ്പറൊക്കെ വിളിക്കും. നമ്പർ വിളിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ടോക്കണിൽ ടിക്കറ്റിൻ്റെ മുകളിൽ നമ്പർ ഉണ്ടാവും. ആ നമ്പർ വിളിക്കുന്നതനുസരിച്ച് നമുക്ക് ജീപ്പിൽ കയറിയിട്ട് മേലേക്ക് പോവാം. അപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ഇനി 2.5 കിലോമീറ്റർ മേലോട്ട് നല്ല കയറ്റാണ്. ഒരു ഓഫ് റോഡ് എന്നൊക്കെ പറയാം, അതേമാതിരിയുള്ള കയറ്റാണ്. നല്ല കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഒരു ഗ്രാമം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഗ്രാമത്തെ കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങനെ വളഞ്ഞും തിരിഞ്ഞുമുള്ള കുത്തനെയുള്ള കയറ്റത്തിനൊടുവിൽ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളെടുത്തുള്ള ടിക്കറ്റ് ഇവിടെ കാണിക്കണം. അപ്പോൾ തിരിച്ചു പോകാനുള്ള നമ്പർ അവർ എഴുതി തരും. ഇനിയും തീർന്നിട്ടില്ല, ഇനിയും കയറ്റം തന്നെയാണ്. പക്ഷേ നമ്മൾ നടന്നിട്ട് വേണം കയറാൻ. അപ്പോൾ ഇന്ന് അകത്തേക്കുള്ള വഴി ഇതിലൂടെയാണ് നമ്മൾ നടന്നു പോകേണ്ടത്. നമ്മളിപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ചൈനയുടെ വൻമതിൽ അതിൻ്റെ ഉള്ളിൽ കൂടി നടന്നു പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവാം. അപ്പോൾ അതേമാതിരിയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മേലോട്ടേക്ക് കയറി പോകണം. നല്ല നല്ല കാഴ്ചകളുണ്ട്. പഴയ ട്രൈബിൾസ് ഗോത്രവർഗ്ഗക്കാരുടെ അവരെ പല രീതിയിലുള്ള ഗോത്രക്കാർ അവരുടെ താമസ സ്ഥലങ്ങൾ അതൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ താമസിച്ചിട്ടുള്ള അവരുടെ വീടുകൾ, അതേപോലെ അവർ ധരിച്ച വസ്ത്രങ്ങൾ, പിന്നെ അവർ ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ, പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, അവർ നിർമ്മിച്ചിരിക്കുന്ന കരകൗശല വസ്തുക്കൾ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ മേലെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എല്ലാം നമുക്ക് കാണാം. ആ പഴയ ഓലമേഞ്ഞ വീടൊക്കെ ഇങ്ങനെ ശരിക്കും നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ ഈ കാഴ്ചകൾ നമ്മൾ ആ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ അല്പം വിശ്രമിക്കാൻ വേണ്ടി ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കെട്ടിടം, ഒരു ഓഫീസൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ കുറേ ആളുകൾ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായി ഒരു കെട്ടിടമുണ്ട്. അപ്പോൾ അല്പം നേരം വിശ്രമിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങുകയാണ്. ഇനിയും താഴോട്ടല്ല, ഇനിയും മേലോട്ട് തന്നെയാണ് പോകാനുള്ളത്. ഇനി നല്ല കയറ്റം തന്നെയാണ്, നല്ല വെയിലും ഉണ്ട്. നമ്മൾ നേരത്തെ എത്തിയതാണ്, പക്ഷേ ജീപ്പിനുള്ള വെയിറ്റിങ്ങും ഇതൊക്കെ കാരണം ലേറ്റായി. ഏകദേശം ഉച്ച സമയത്തോളമായി ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട്. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ എന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. എന്നൂർ ഗ്രാമം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു പഴമ എന്ന രീതിയിൽ ഒരു ഗ്രാമം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് വരുന്നത് താമരശ്ശേരി ചുരം കയറി വന്ന് പൂക്കോട് തടാകം, പിന്നെ ഇതൊക്കെ അടുത്തടുത്താണ്. ഇതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ മേലെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കിതപ്പ് അനുഭവപ്പെടുന്നത്. ഇവിടെ ഇരിക്കാനുള്ളൊരു സംവിധാനം കിട്ടിയിട്ടുണ്ട്. നല്ല കയറ്റാണ്. താഴത്ത് നോക്കുമ്പോൾ ഇത്തിരി അടിയിലാണ്. നല്ല കാഴ്ചകളാണ് അടിഭാഗത്തേക്ക്. സ്വല്പം നേരം ഇരിക്കാനൊരു സീറ്റ് കിട്ടി. വീണ്ടും മേലേക്ക് നടക്കുകയാണ്. അടിപൊളി. നട്ടുച്ച സമയമാണ്, പക്ഷേ ഒരു ചെറിയൊരു തണുത്ത കാറ്റടിക്കുന്നുണ്ട്. വലിയ വിഷമമില്ല, ചൂടൊന്നും വലിയ അനുഭവപ്പെടുന്നില്ല. ഇവിടെ എന്നൂർ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാരണം ആളുകൾ ഫോട്ടോ എടുക്കാനുള്ള ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ കാഴ്ചകൾ തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ടാണ് കാഴ്ചകളുള്ളത്. പിന്നെ ഗ്രാമം അങ്ങനെ തന്നെ ഉണ്ടാക്കിയാണ്
പഴയ വീടുകളും പഴയ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഇതൊരു ഹാളാണ്. നടന്ന് കയറി വരുന്നവർക്ക് സ്വല്പം നേരം ഇരിക്കാനും പിന്നെ ഐസ്ക്രീമൊക്കെ കഴിക്കാം. അതിനുള്ള കടകളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വല്പം നേരം അതിലൊക്കെ കളിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും മേലോട്ട് തന്നെ പോകണം. ഇതൊരു ട്രൈബൽ മാർക്കറ്റാണ്. ഇവിടെ മുതൽ തുടങ്ങുകയാണ് ട്രൈബലിൻ്റെ കാഴ്ചകൾ. താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു സ്കൂൾ പോലെയാണ് ഇത് തോന്നുന്നത്. മേലെ വന്ന് നോക്കിയാലും അത് തന്നെയാണ്, സ്കൂൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇതിൽ ക്ലാസ് റൂമിൻ്റെ ബദൽ ഇതിലുള്ളത് ഇവർ ഉണ്ടാക്കിയിട്ടുള്ള കരകൗശല വസ്തുക്കൾ, തേന്, മസാലപ്പൊടികൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസൊക്കെ സെയിൽ ചെയ്യുന്ന റൂമുകളാക്കി മാറ്റിയിരിക്കുക. അങ്ങനെ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും കാണുന്നത് ആ പഴയ ചൈന മതിൽ തന്നെയാണ്. ഇവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇനിയാണ് നമ്മൾ ശരിക്കും അവരുടെ താമസ സ്ഥലം കാണാൻ പോകുന്നത്. ട്രൈബൽസിൻ്റെ അവരെ വീടുകൾ കാണുന്നത് ഇനിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജലനിരപ്പിൽ നിന്നും ഏകദേശം എത്രയോ അടി മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് താഴോട്ടേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയും മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ അമ്പെയ്ത്ത് പരിശീലന കേന്ദ്രം. അപ്പോൾ ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ അമ്പെയ്ത്ത് പരിശീലിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ട്രൈബൽസിൻ്റെ വീടുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ അവർ താമസിച്ചിരുന്ന അവരുടെ മുറികൾ, അതൊക്കെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. അവരുടെ എന്തോ ഒരു കലാപരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ആളുകളൊക്കെ ഇവിടെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് കാത്തു നിൽക്കുന്നില്ല. നമ്മൾ നേരെ അവരുടെ ഓരോ വീടും വ്യത്യസ്തമാണ്. ആ വീട്ടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓരോ വീട്ടിലും കയറി ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ കർഷകരായിരുന്നു. കർഷകർ ആണെന്നുള്ള ഫോട്ടോസ്, കാര്യങ്ങൾ, അവർ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങൾ, അതൊക്കെയാണ് പണിയായുധങ്ങൾ. അതൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ എന്നൂർ ഗ്രാമത്തോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. എന്നൂർ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഏതൊരാളും ഒരു തവണയെങ്കിലും കാണേണ്ട ഒരു സ്ഥലമാണ് എന്നൂർ ഗ്രാമം, വയനാട്ടിലുള്ള എന്നൂർ ഗ്രാമം. അപ്പോൾ ചരിത്രമാണ്. അത് മാത്രമല്ല, ജലനിരപ്പിൽ നിന്ന് എത്രയോ അടി മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വീഡിയോ എടുത്ത സമയം ഭയങ്കര ചൂടായിരുന്നു, നല്ല വെയിലായിരുന്നു.
വേനൽക്കാലമായിരുന്നു. അപ്പോൾ വരുന്നുണ്ടെങ്കിൽ മഞ്ഞുകാലത്ത് മഞ്ഞൊക്കെയുള്ള സമയത്ത് വരിക. നല്ല നല്ല വൈബായിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.